തെളിവിന്റെ കൂടെ മുജാഹിദ് പ്രസ്ഥാനം നിൽക്കുള്ളൂ. അതുകൊണ്ട് അഹസനിമാരെ, നിങ്ങൾ വിചാരിക്കണ്ട ഇതൊക്കെ നിങ്ങൾക്ക് ദുരുപയോഗം ചെയ്യാൻ പറ്റും. നിങ്ങളെ ക്യാമ്പയിൻ ചീറ്റിപ്പോകും ഇൻഷാ അല്ലാഹ്. നിങ്ങൾ ഇറങ്ങി പുറത്തൊക്കെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാറുണ്ട്. കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാഴ്ചപ്പാട് അഹ്ലുസുന്നത്തിന്റെ കാഴ്ചപ്പാടാണ്. ഈ ഹദീസ് മരിച്ചവരോട് തെളിവാക്കി നിങ്ങൾ ഉദ്ധരിച്ചപ്പോ എവിടെയൊക്കെ ഉദ്ധരിച്ചോ അവിടെയൊക്കെ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ കൊടുത്ത മറുപടിയാണ് ഞങ്ങൾ കൊടുത്ത മറുപടി. മുൻഗാമികൾ കൊടുത്ത മറുപടിയാണ് മണ്ണാർക്കാട് ഞാൻ കൊടുത്തത്. ഒന്ന്, അത് ലഈഫാണ്. രണ്ട്, അതിന് ഇസ്തിഗാസക്ക് തെളിവില്ല, സഹീഹാണെങ്കിൽ തന്നെ. കാരണം അതിൽ ദുആ ഇല്ല. ഇപ്പോ അഹ്സനിക്കിപ്പോ ഇതിൽ ദുആ ഉണ്ട് എന്നിപ്പോ തെളിഞ്ഞു കിട്ടിയല്ലോ. ആര് പറഞ്ഞു? അനീഫിയും അനസും അതുപോലെ അത്രയും ആചരിച്ചതിൽ പ്രാർത്ഥന ഉണ്ട് എന്ന് പറയാൻ തുടങ്ങിയപ്പോ ലഈഫ എന്നുള്ളത് വിട്ടിട്ട് അത് സഹീഹാണ്, ലഈഫ് അല്ല എന്ന് തെളിയിക്കുവാണ് ചോദിക്കുന്ന കേട്ടോളി. പുതിയ സാഹചര്യത്തിൽ വെല്ലുവിളിയുടെ സ്വഭാവം മാറി. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കാണ്, വിളിച്ചോളൂ യാ ഇബാദല്ലാഹി അഈനൂനി എന്ന് വിളിച്ചോ. എന്താ അതിന്റെ അർത്ഥം? അള്ളാന്റെ അടിമകളെ നിങ്ങൾ എന്നെ സഹായിക്കണം. അങ്ങനെ വിളിച്ചാൽ സഹായം കിട്ടും. ഫഇന്ന ലില്ലാഹി ഇബാദൻ ലാ നറാഹും, നമ്മൾ കാണാത്ത കുറെ അടിമകൾ അല്ലാഹുണ്ട്, അവര് നിങ്ങളെ സഹായിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഇന്നിവര് പറയാണ് ഹദീസ് ലഈഫാണ്, അതിലെല്ലാവരും ഒറ്റക്കെട്ടാണല്ലോ. ഞങ്ങൾ ഇങ്ങനെ കോടമ്പോഴിൽ വെച്ച് പറഞ്ഞില്ലേ ആ ഹദീസ് സ്വഹീഹാണ്. ഒറ്റ മൗലിക്കും മുന്നിൽ കിട്ടിയപ്പോൾ ഒന്നും ഉണ്ടാക്കില്ല. സ്വഹീഹാണ് ഹദീസ്. ഇവിടെയും ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഹദീസ് ലഈഫാണെന്ന് സമർത്ഥിക്കാൻ കോഴിക്കോട്ടങ്ങാടി എന്നല്ല, കേരളത്തിൽ എവിടെയെങ്കിലും ഒരു മൗലവിയുണ്ടോ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. മടവൂരിയാണ് ഉത്തരം കിട്ടിയതാ കോടമ്പോയെന്നേ. അതാപ്പോ വലിയ ഇവർക്ക് ആവേശം കിട്ടിയത്. അല്ലെങ്കിൽ മടവൂരികൾ ഖുറാഫികളൊപ്പം പോയെന്താ ഒടച്ച മൂരി പശുവിന്റെ പിന്നാലെ കൂടിയ മാതിരി എന്നല്ലാതെ സംഗതി വല്ലതും നടക്കോ? കോടമ്പഴന്ന് ഞങ്ങൾ ലൈഫാണോ എന്ന് ചോദിച്ചപ്പോ മിണ്ടിയില്ല. എടോ, നിങ്ങളെ ഉസ്താദുമാരവിടെ വന്നില്ലേ? അലവി സക്കാഫിയും സുലൈമാൻ സക്കാഫിയും വന്നില്ലേ മണ്ണാർക്കാട്ടിന്ന്? AP മുഹമ്മദ് മുസ്ലിയാരുടെ നേതൃത്വത്തിൽ അന്ന് ഞാൻ തെളിയിച്ചു കൊടുത്തില്ലേ ദുർബലമാണെന്ന്? ഒച്ചയിട്ട് നോക്കിയില്ലേ? എന്നിട്ടെന്ത് തെളിയിക്കാൻ കഴിയും? നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല, അത് ദുർബലമാണ്. യാ ഇബാദല്ലാഹി അഈനൂനി എന്ന ഹദീസ് അത് റിപ്പോർട്ട് ചെയ്തവർ തന്നെ ഇതാ ഹാസിം ഇബ്നു ഹജർ അസ്ഖലാനി നതായിജുൽ അഫ്കാർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു, അഖ്റജഹു തബറാനി ബിസനദിൻ മുൻഖതിഇൻ. സനദിൽ ഓട്ട വീണിട്ടുണ്ട്. മുൻഖതിആയ സനദോട് കൂടിയാണ് തബറാനി അത് ഉദ്ധരിച്ചിട്ടുള്ളത്. അബ്ദുറഹ്മാൻ ഇബ്നു ശരീഖ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് രണ്ടുപേരും ദുർബലന്മാരാണ്. ഇതിന്റെ സനദിലുള്ള ആളുകളാണ്. മാത്രല്ല ഇസൈദ് ബിൻ അലി ഉത്ബയെ കണ്ടിട്ടില്ല, അതുകൊണ്ട് സനദിൽ ഓട്ട വീണിട്ടുണ്ട്. പിന്നെ ഈ നിദം ഫലപ്പെട്ട് ദാപ്പത്തു അഹദിക്കും, നിങ്ങളെ വാഹനമൃഗം നഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്ത് വിളിച്ചു പറയണം? യാ ഇബാദല്ലാഹി യഹ്ബിസു എന്ന് പറയണമെന്ന റിപ്പോർട്ട്. ആ റിപ്പോർട്ടിനെ പറ്റി പണ്ഡിതന്മാരെന്ത് പറഞ്ഞു? മജ്മഉ സവായിദുൽ ഹൈസമി പറഞ്ഞു, ഇതിന്റെ സനദിൽ മഅറൂഫ് ഇബ്നു ഹസ്സാൻ എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, അയാൾ ദുർബലനാണ്. ഷാഫി പണ്ഡിതനായ ഇബ്നു അല്ലാൻ അല്ലദ്കാറിന്റെ ശറഹിൽ പറഞ്ഞു, ഇബ്നു ബുറൈദയുടെയും ഇബ്നു മസ്ഊദിന്റെയും ഇടയ്ക്ക് ഇൻകിതാ സംഭവിച്ചിട്ടുണ്ട്. അത് തന്നെ അസ്കലാനി നതായിജുൽ അഫ്കാറിലും പറഞ്ഞു. ഒരൊറ്റ പണ്ഡിതനും സഹീഹാണെന്ന് പറഞ്ഞതിന് തെളിയിക്കാൻ കഴിയില്ല. ചിലത് സഹീഹാണെന്ന വിചാരത്തിൽ ചിലരൊക്കെ അമൽ ചെയ്തത് നിങ്ങൾക്ക് പറയാൻ പറ്റും. പക്ഷേ ഇസ്തിലാഹുൽ മുഹദ്ദിസീങ്ങളുടെ നിദാന ശാസ്ത്ര നിയമം അനുസരിച്ച് അത് സഹീഹാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. ഇബ്നു സുന്നിയുടെ റിവായത്തായാലും ഇബ്നു അബീ ശൈബയുടെ റിവായത്തായാലും അബൂയയുടെ റിവായത്തായാലും തബറാനിയുടെ റിവായത്തായാലും ഒരൊറ്റൊന്നിലും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയില്ല. നിങ്ങളെ തലതൊട്ടപ്പന്മാരെ മുമ്പിലിരുത്തി 200 മുഖാമുഖം നടത്തിയ സഖാഫികളെ മുമ്പിലിരുത്തി ഞങ്ങൾ തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. കോടമ്പഴിയെന്ന് മടവൂരികളും മണ്ടിയിലാണ്. അതാപ്പോ വലിയ തെളിവ്. ഞങ്ങൾ തെളിയിക്കും, എല്ലാ സ്ഥലത്തും ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അത് സഹീഹാണെന്ന് തെളിയിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുകയില്ല സുഹൃത്തുക്കളെ. റിജാലുഹു സിഖാത്തെന്ന് അലമുറയിട്ട് നോക്കി. ഇനി മുസ്ലിയാർ പറയാണ് മുജാഹിദുകൾ യോഗം കൂടിയിട്ട്